കേരള സർവകലാശാലയിലെ അധികാരപ്പോര് തുടരുന്നു. മുൻ VC രാജൻ ഗുരുക്കൾക്കെതിരെ ഇടത് അധ്യാപക സംഘടനകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. VCയാണ് അവസാന വാക്ക് എന്ന് പറയുന്നത് നിയമങ്ങളെക്കുറിച്ച് ധാരണ ഇല്ലാത്തത് കൊണ്ടെന്നാണ് വിമർശനം. കേരള സർവകലാശാലയിൽ താൽക്കാലിക VC നിയമങ്ങൾക്ക് മുകളിൽ പ്രവർത്തിക്കുന്നത് രാജൻ ഗുരുക്കൾ കാണുന്നില്ലെന്നും സംയുക്ത പ്രസ്താവനയിലൂടെ പറയുന്നുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ഹാൻസ് ജോണാണ് ചേരുന്നത്. ഹാൻസ്, കഴിഞ്ഞ ദിവസം ഡോക്ടർ രാജൻ ഗുരുക്കൾ നടത്തിയ പരാമർശം CPM-നെ വെട്ടിലാക്കിയിരുന്നു, ഇടത് സംഘടനകളെ വെട്ടിലാക്കിയിരിക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോഴത്തെ ഈ സംയുക്ത പ്രസ്താവന കൂടി വന്നിരിക്കുന്നത്. എന്തെല്ലാമാണ് അതിൽ പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായും സംഗീത, കഴിഞ്ഞ ദിവസമാണ് MG സർവകലാശാല മുൻ വൈസ് ചാൻസലറും അതിനോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാനുമായിട്ടുള്ള രാജൻ ഗുരുക്കൾ ഒരു പരാമർശം നടത്തിയത്. ഈ പരാമർശത്തിൽ ഈ കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗങ്ങളെ വിമർശിക്കുകയും അതിനോടൊപ്പം തന്നെ വൈസ് ചാൻസലറെ അനുകൂലിച്ചും അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി. ഇതിന് പിന്നാലെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങളോ മറ്റ് ഇടത് സംഘടനകളോ ഒന്നും തന്നെ പ്രതികരണങ്ങൾ ഉയർത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് ഒരു സംയുക്ത പ്രസ്താവനയുമായി അധ്യാപക സംഘടനകൾ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ പ്രസ്താവനയിൽ പ്രധാനമായും പറയുന്നത് കേരളയിൽ താൽക്കാലിക VC നിയമങ്ങൾക്ക് മുകളിൽ പ്രവർത്തിക്കുന്നത് ഗുരുക്കൾ കാണുന്നില്ല. VCയാണ് അവസാന വാക്ക് എന്ന് പറയുന്നത് സർവകലാശാല ചട്ടങ്ങളെപ്പറ്റി ധാരണയില്ലാത്തത് മൂലമാണ്. കൂടാതെ സിൻഡിക്കേറ്റിനെ വെല്ലുവിളിച്ച് VC ഇറങ്ങിയത് എന്തുകൊണ്ടാണെന്ന് രാജൻ ഗുരുക്കൾ അന്വേഷിക്കണം. കൂടാതെ VC ആരുടെ കയ്യിലെ പകിടയാണെന്ന് മനസ്സിലാക്കണം. അശാന്തി പടർത്തുന്നവർക്ക് ഊർജ്ജം നൽകുന്ന പ്രസ്താവനകൾ പ്രതിഷേധകരമാണെന്നുമാണ് ഇപ്പോൾ സംയുക്ത പ്രസ്താവനയിലൂടെ ഇടത് അധ്യാപക സംഘടനകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇതുവരെയും ഈ രാജൻ ഗുരുക്കളുടെ പരാമർശത്തിൽ ഇതുവരെയും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതികരിച്ചിട്ടില്ല. ഒപ്പം രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ആ ഒരു സ്ഥാനത്താണ് ഇപ്പോൾ സർവകലാശാലകളിലെ അല്ലെങ്കിൽ കോളേജുകളിലെ അധ്യാപക സംഘടനകൾ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സംഗീത. ശരി ഹാൻസ്.